നമസ്കാരം. ഒരു വാഹനത്തിൽ അത്യാവശ്യം സൂക്ഷിക്കേണ്ട സംഗതികളാണ് അത് ഓടിക്കുന്ന ആളിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിൻ്റെ RC ബുക്ക്. ഇത് നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. പരിവാഹൻ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മളിത് കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക, പരിവാഹൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് വരുമ്പോൾ മുകളിൽ കാണുന്ന സ്കിപ്പ് കൊടുക്കുക. ലാംഗ്വേജ് ഡിഫാൾട്ടായിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും കിടക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വരുന്ന ആരോഗ്യ സേതുവിൻ്റെ ആ നോട്ടിഫിക്കേഷനും ക്ലോസ് ചെയ്യുക. പരിവാഹൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് 3 ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക: ഡാഷ്ബോർഡ്, RC ഡാഷ്ബോർഡ്, DL ഡാഷ്ബോർഡ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. RC ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ RCയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡാഷ്ബോർഡും, DL ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡാഷ്ബോർഡുമാണ്. അവിടെ RC ഡാഷ്ബോർഡ് എന്നുള്ള അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ RC ബുക്കിലെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പില്ലാതെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം, രജിസ്ട്രേഷൻ ഡേറ്റും ഫിറ്റ്നസ് വാലിഡ് അപ് ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിനുശേഷം അതിന് താഴെ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ RC എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളോട് പറയും നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവിടെ S കൊടുക്കുക. എന്നിട്ട് നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിൽ വരും. അത് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. ഈ മൊബൈൽ നമ്പർ ആൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ സൈനപ്പ് എന്ന് പറയും. അവിടെ ഒന്നുകൂടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും. വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് RC ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ആരോ ബട്ടൺ കാണുന്ന ഒരു മെസ്സേജ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും ഡീറ്റെയിൽസ് അന്വേഷിച്ച് ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ RC എന്നുള്ള ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ RC ബുക്കിലെ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം അടിച്ചു കൊടുക്കുക. അവസാനത്തെ 4 അക്കം മാത്രം. ഇനി അതിനുശേഷം അതിന് താഴെ എൻജിൻ നമ്പറിൻ്റെ അവസാനത്തെ ഒക്കെ അടിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് തെറ്റാതെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്ന് കൊടുക്കുക. അപ്പം ഗോ ടു ഡാഷ്ബോർഡ് ടു ചെക്ക് യുവർ RC ഡീറ്റെയിൽസ് എന്ന് വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോയി ഡാഷ്ബോർഡിൽ നമുക്ക് ഇത് കിടക്കുന്നുണ്ടാകും. ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് DL ഡാഷ്ബോർഡിലേക്ക് പോകാൻ ശേഷം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയാണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. തെറ്റാതെ എല്ലാ നമ്പരും അടിച്ചു കൊടുക്കുക. സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ആദ്യം ചെയ്യും പ്ലീസ് വെരിഫൈ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ്
DL ഡീറ്റെയിൽസ് യൂസിങ് DOB എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ തെറ്റാതെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, എൻ്റെ സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. അതിന് താഴെ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ DL എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, വെരിഫൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഗോ ടു ഡാഷ്ബോർഡ് ടു ചെക്ക് യുവർ DL ഡീറ്റെയിൽസ് എന്ന് ഓക്കെ കൊടുക്കുക. അതിന് ബാക്ക് അടിച്ച് ഡാഷ്ബോർഡിലേക്ക് വന്നാൽ നമ്മളെ 2 RC ബുക്കിൻ്റെ ഡീറ്റെയിൽസും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് രണ്ടും വെർച്വലായി കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം വെർച്വൽ ലൈസൻസ് സർട്ടിഫിക്കറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് QR കോഡ് കിട്ടും, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫെയിൽഡ് ടു സേവ് സ്റ്റിക്കർ എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നെറ്റ്വർക്ക് എന്തെങ്കിലും ഫോളോ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയല്ലേ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രയോജനം എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇനി ഒറിജിനൽ കൂടെ എങ്ങാനും കൊണ്ടു നടന്ന് കളഞ്ഞു പോയെന്നുള്ള പരാതിയും വേണ്ട. നമുക്ക് ഈ ആപ്പ് മാത്രം ഉപയോഗിച്ച് ഇതിൻ്റെ QR കോഡ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ മനോരമ പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഇതിൻ്റെ QR കോഡ് ഫോട്ടോ എടുത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. അതിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.